ബഹുമാന്യരായ മാധ്യമ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടർ ആമുഖമായി പറയേണ്ട കാര്യങ്ങൾ ഹ്രസ്വമായി ഇവിടെ രേഖപ്പെടുത്തുകയുണ്ടായി. ഇവിടെ ശിവദാസ് MP, സുമേഷ് MLA, അഡ്വക്കേറ്റ് മൂവാരി, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരൊക്കെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലും ആഘോഷിക്കപ്പെടുകയാണ്. സമ്പൂർണമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടി സർവ സ്രോതസ്സുകളും നമ്മുടെ പരിപാടികളിലൂടെ ഇതാക്കപ്പെടുന്ന ഒരു മഹത്വമായ സമരം നമ്മുടെ ജില്ലയിൽ മെയ് 8 മുതൽ 14 വരെയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലാ ജില്ലകളിലും നടന്നു വരികയാണ്. നമ്മുടെ ജില്ലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒൻപതിനാണ്. നമ്മുടെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മെയ് 8 മുതൽ 14 വരെ പോലീസ് മൈതാനിയിൽ എൻ്റെ കേരളം എന്ന പേരിൽ മെഗാ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുകയാണ്. സാങ്കേതികമായി ഉയർന്ന നിലവാരത്തിൽ തയ്യാറാക്കിയ ശീതീകരിച്ച പവലിയനിലാണ് മേള നടക്കുന്നത്. കേരളം കൈവരിച്ച സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങൾ, കേരളം കൈവരിച്ച സാമൂഹ്യ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം എൻ്റെ കേരളം മെഗാ പ്രദർശന മേളയിൽ അടുത്തറിയാൻ കഴിയും. സാങ്കേതികമായി നവകേരളത്തിൻ്റെ ഉജ്ജ്വലമായ മുന്നേറ്റം അടയാളപ്പെടുത്തുന്ന ടെക്നോ സോൺ അടക്കം മേളയിൽ പ്രത്യേകമായി വിവിധ സ്റ്റാളുകൾ സജ്ജീകരിക്കുന്നുണ്ട്. സെമിനാറുകൾ, ഭക്ഷ്യമേള, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയെല്ലാം ഇതോടനുബന്ധമായി ശ്രദ്ധേയമായ നിലയിൽ അവതരിക്കപ്പെടുകയും ചെയ്യും. മെയ് 8 വൈകിട്ട് 4 മണിക്കാണ് നമ്മുടെ എൻ്റെ കേരള മെഗാ പ്രദർശനമേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീമതി KK ശൈലജ ടീച്ചറുടെ MLA അധ്യക്ഷതയിൽ ചേരുന്ന ആ പരിപാടി ഈ സംസാരിക്കുന്ന വിനീതരായി ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു മുഖാമുഖ പരിപാടി നമ്മുടെ മേളയുടെ ഒരു സുപ്രധാനമായ ഭാഗം. മന്ത്രിസഭാ വാർഷിക പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി ഈ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം മെയ് 9 രാവിലെ 10:30 മണിക്ക് ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ജില്ലയിലെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഗവേഷക വിദ്യാർത്ഥികളും വിവിധ പദ്ധതികളിലെ ഗുണഭോക്താക്കളും മുഖ്യമന്ത്രി സംബന്ധിക്കും. എല്ലാ ജില്ലകളിലും ഈ മുഖാമുഖ പരിപാടി ആരംഭിച്ചപ്പോൾ നല്ല പ്രതികരണമായിരുന്നു. അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം, അവർ സ്വീകരിച്ചുള്ള നിലപാടുകൾ, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ആ മുഖാമുഖ പരിപാടിയിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആമുഖമായി പറയും, ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങളിൽ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ആ നിലക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, പരിചിന്തനങ്ങൾ, വിലയിരുത്തലുകൾ, അങ്ങനെ അത് ഒരു ആ ജില്ലയിലെ ആ പരിപാടി നടത്തുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ, അവർ ഇന്ന നാളുകളെന്ന് ഞാനിവിടെ പറഞ്ഞു വരയ്ക്കുകയാണ്. അവരുന്നയിക്കുന്ന ചോദ്യങ്ങളുണ്ട്, അവർ നിർദ്ദേശങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടി പിന്നീട് ഒന്നിച്ചിരുന്ന് ആലോചിച്ച് അതിന് രൂപഭാവകം നൽകുക എന്നുള്ളതാണ് സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട്. ആകർഷകമായ 251 സ്റ്റാളുകൾ, വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകൾക്ക് പുറമെ വിപണന സ്റ്റാളുകൾ, ആകെ 251 സ്റ്റാളുകൾ സജ്ജമാക്കും. വകുപ്പുകളുടെ സ്റ്റാളുകളിൽ സർക്കാരിൻ്റെ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുക. സ്റ്റാർട്ടപ്പ് മിഷൻ, ടൂറിസം, കിഡ്ബി, സ്പോർട്സ്, IPRD എന്നിവയ്ക്ക് പവലിയിൽ പ്രത്യേക ഇടമുണ്ടാവും. KSFDC മിനി തിയേറ്ററും ഒരുക്കും. പോലീസിൻ്റെ ഡോഗ് ഷോ, കാരവൻ, ടൂറിസം, അഗ്നിശമന രക്ഷാസേനയുടെ
ഡെമോൺസ്ട്രേഷൻ വനംവകുപ്പിൻ്റെ സർപ്പ ആപ്പിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ എന്നിവ കവറിയും പുറത്തുണ്ടാവും. സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വിവിധ പരിപാടികൾ അത് ലൈവ് ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ഒരു വിഭവ സമൃദ്ധമായ ഒരു മേള എന്ന് പറയാൻ കഴിയും. കാലിക പ്രസക്തമായ സെമിനാറുകളുമുണ്ട്. കാലിക പ്രസക്തമായ നിരവധി സെമിനാറുകളാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വം സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ദിനം വ്യവസായ വകുപ്പിൻ്റെ ശില്പശാല, സ്റ്റാർട്ടപ്പുകളുടെ പറദിസ, തുറന്നു വരുന്ന ദിവസങ്ങളിൽ വയോജന സൗഹൃദ കേരളം സെമിനാർ, എക്സൈസ് വകുപ്പിൻ്റെ രാസലഹരിക്കെതിരെയുള്ള ശില്പശാല, ജലവിഭവ വകുപ്പിൻ്റെ ജലസുരക്ഷാ സെമിനാർ, സിവിൽ സർവീസ് അക്കാദമിയുടെ സിവിൽ സർവീസ് പരീക്ഷ, അറിയേണ്ടതെല്ലാം സെമിനാർ, മൃഗസംരക്ഷണ വകുപ്പ് സെമിനാർ, പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത മുതൽ എല്ലാം ഈ സെമിനാറുകളുടെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ്. സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി കണ്ണൂരിലെ സായാഹ്നങ്ങളെ സാംസ്കാരിക സമ്പന്നമാക്കുന്ന വ്യത്യസ്തങ്ങളായ കലാപരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിവസം തന്നെ ഒരു 100 വർഷമായി ലഹരിൻ ഖയാലും ഗസലും സിനിമാ സംഗീതവും പണ്ഡിറ്റ് രമേശ് നാരായണൻ, മധുവന്തി, മധുശ്രീ എന്നിവർ നയിക്കുന്നു. കൊച്ചി കോക്ക് ബാൻഡ് ലൈവ് ആണ് സാംസ്കാരിക സന്ധ്യയിലെ മറ്റൊരു ആകർഷണം. റാസ നയിക്കുന്ന റൂഹ്രംഗ് നോട്ടീസ് പിന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരും. എന്നീ കലാപരിപാടികൾക്കൊപ്പം ഫോക്ലോർ ദിനത്തിൽ കളരിപ്പയറ്റ്, ദഫ്മുട്ട്, ഗോത്രവർഗ കലാവതരണം, പൂരക്കളി മുതലായവ അരങ്ങേറും. സമാപന ദിനം പന്തളം ബാലനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേള. വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേളയും ഉണ്ട്. ഭക്ഷണ വൈവിധ്യങ്ങളുടെ കലവറയാണ് കുടുംബശ്രീ ഭക്ഷ്യമേള. പ്രഭാത ഭക്ഷണം മുതൽ ഉച്ചഭക്ഷണം, ലഘുഭക്ഷണങ്ങൾ തുടങ്ങി ഏത് സമയത്തും കുടുംബശ്രീ ഭക്ഷ്യമേള സ്റ്റാളിൽ ഭക്ഷണം ലഭ്യമാക്കും. രാത്രിയിലും കുടുംബശ്രീ തനത് ഭക്ഷണങ്ങൾ ആസ്വദിക്കാനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂരിൻ്റെ നാടൻ രുചിക്കൂട്ടുകൾക്കൊപ്പം ഗോത്രഭക്ഷണങ്ങളും ഭക്ഷ്യമേളയിൽ ലഭ്യമാക്കും. മുളയരി പായസം മുതൽ ഗോത്രജനതയുടെ പൈതൃക ഭക്ഷണങ്ങളും രുചിക്കാമെന്നത് ഭക്ഷ്യമേളയിലെ മുഖ്യാകർഷമാണ്. ഇതാണ് സമാപന സമ്മേളനം 2020 മെയ് 14 ബുധൻ വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. KV സുമേഷ് MLA അധ്യക്ഷത വഹിക്കും. ആ പരിപാടിയോടുകൂടി നമ്മുടെ ഈ 8 മുതൽ 14 വരെയുള്ള നമ്മളെ ഈ ആഘോഷ പരിപാടികളുടെ സമാപനം കുറിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ എനിക്ക് മാധ്യമ സുഹൃത്തുക്കളെ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഈ പറഞ്ഞ പരിപാടികളെ കണ്ട് വെറും അത് വിജയിപ്പിക്കാൻ ആവശ്യമായ നിലയിൽ പശ്ചാത്തല സൗകര്യങ്ങളും അതെല്ലാം ഒരുക്കേണ്ടത് നിങ്ങളുടെ കൂടി സഹായത്തോടുകൂടി പിന്തുണയോടുകൂടി ആയിരിക്കും. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് കണ്ണൂർ ജില്ല ഈ 14 ജില്ലകളിലും വേറിട്ടൊരു ശ്രദ്ധാകേന്ദ്രമായി മാറ്റിയെടുക്കുന്നതിന് പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം, നിർലോഭമായി ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. എന്നാൽ മാത്രമേ അതിൻ്റെ കീർത്തി യശസ്സും വേണ്ട നിലയിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങളുടെ വിനീതമായ വിശ്വാസം. അതുകൊണ്ട് ഈ പറഞ്ഞ പരിപാടികൾ നമ്മുടെ ഭാരവാഹികൾ കൂടിയായിട്ടുള്ള ഡോക്ടർ ശിവദാസ് MP ഉണ്ട്, സുമേഷുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, ബഹുമാന്യ ജില്ലാ കളക്ടർ എല്ലാവരും. അവർക്കും കൂടി പറയാനുള്ള കാര്യങ്ങൾ അതുകൂടി ഇവിടെ പറയും. ഇത്രയുമാണ് നിങ്ങളെ കണ്ട് സംസാരിക്കാനുള്ള മന്ത്രിസഭയിലെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യം. ജില്ലയിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട അർഹരായ ഭൂമിയുള്ള ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കളുമായി കരാർ വെച്ച് പ്രഖ്യാപനം നടത്തിയ 58 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും മനസ്സോടിത്തിരി മണ്ണിൻ്റെ ഭാഗമായി ഓഫർ ലെറ്റർ നൽകിയിട്ടുള്ള വ്യക്തികളെ, സ്ഥാപനങ്ങളെ ആദരിക്കുന്നതിനും 13/5/25 ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി അവരെ ആദരിക്കും. കൂടാതെ ജില്ലയിൽ 23-24 സാമ്പത്തിക വർഷം വരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കുന്നു. ജില്ലയിൽ നാളിതുവരെ 23,932 ഗുണഭോക്താക്കൾക്ക് വീട് അനുവദിക്കുകയും 21,180 വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2,752 വീടുകൾ നിർമ്മാണ പുരോഗതിയിലുമാണ്. അതിദരിദ്ര വിഭാഗത്തിൽ 343 വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇതുമാണ് ലൈഫ് ഭവന പദ്ധതിയുമായിട്ടുള്ള ഒരു ഹ്രസ്വമായ ഒരു മുഖവുര. ഇതും ഈ നമ്മുടെ പരിപാടി ഭാഗമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആമുഖമായി പറയാം. താഴെ ചൊവ്വ മേൽപ്പാലം, മേലെ ചൊവ്വയിലെ മേൽപ്പാലത്തിന്റെ എന്തായി? തറക്കല്ലിട്ടു, അതിന്റെ പണി ആരംഭിച്ചില്ലല്ലോ. അല്ല, അതൊന്ന് പറയാം, ഒരു മിനിറ്റ്. അതായത് 2 പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. ഒന്ന് നമ്മുടെ കാട്രിക്സ് ജംഗ്ഷൻ, ഒരു ഗതാഗത കുരുക്കിൻ്റെ പ്രദേശമാണല്ലോ, എല്ലാവർക്കും അറിയാം. അവിടെ 138 കോടി രൂപയുടെ ഒരു ഫ്ലൈ ഓവർ. അത് കണ്ണൂർ നഗരത്തിനുണ്ടാകുന്ന ഒരു സൗന്ദര്യവൽക്കരണവും കാര്യങ്ങളൊക്കെ അറിയാലോ. മേലെ ചൊവ്വയിൽ അവിടെ അണ്ടർ വേ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്തത്. ആദ്യം അതിനൊക്കെ രൂപഭാവങ്ങളൊക്കെ നൽകി. പിന്നീടാണ് അവിടെ ഇത് പറ്റില്ല, അതിൻ്റെ അടിയിൽ കൂടി ഒരു വലിയ അളവലിപ്പത്തിലുള്ള വകുപ്പിൻ്റെ ജലപ്രവാഹം നഗരത്തിലേക്ക് എത്തിക്കുന്നതുണ്ട്. അപ്പോൾ അത് തടസ്സപ്പെടുത്താനോ തകർക്കാനോ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് അവിടെയും ഫ്ലൈ ഓവർ എന്ന ഒരു നിർദ്ദേശം വന്നത്. അവിടെയുള്ള ഫ്ലൈ ഓവറിന് 38 കോടി. നേരത്തെ ആലോചിച്ചത് പിന്നെ ഈ അണ്ടർവേ വരുന്നു, ഇതിലൊരു പുതിയ പരിപാടി വരുന്നു. ഈ 2 പദ്ധതികളും പ്രഖ്യാപിച്ചതിന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ബജറ്റ് തുക നീക്കി വെക്കുകയും ചെയ്തു. എന്തുകൊണ്ട് ഇത് ആരംഭിക്കാൻ കഴിഞ്ഞില്ല? നല്ല പ്രസക്തമായ ചോദ്യമാണ്. ഈ 2 പദ്ധതികൾക്കും അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് 22 കേസുകൾ ഹൈക്കോടതി. വിദേശികളാരും കൊടുത്തതല്ല, അന്യസംസ്ഥാന തൊഴിലാളികളും കൊടുത്തതല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ ജനങ്ങൾ തന്നെ നൽകിയ കേസാണ്. ആ കേസ് നിസ്സാരമായി അവഗണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാനൊരു പ്രത്യേക ഒരു ബസ്സിനെ വിളിച്ച് പറഞ്ഞത്, ഇപ്പോൾ ചോദിച്ചവർ നന്നായി. ഞാനിതിൻ്റെ വികസന വഴിയെ പ്രവർത്തിക്കുന്ന സുധാകരനൊക്കെ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി അങ്ങനെയില്ല. അതുകൊണ്ട് ഇതാണ് അല്ല, സ്ഥലമില്ലാതെ പാലുണ്ടാക്കാനൊന്നും കഴിയില്ലല്ലോ. ആകാശത്തോടെ ഉണ്ടാക്കുന്നതല്ലല്ലോ. അതിൻ്റെ അതായത് അതിന് ഈ പാലം വരുന്നതിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ നൽകുന്നതിൽ തയ്യാറല്ല. അതുകൊണ്ട് ഭൂമി എടുക്കാൻ പറ്റാത്ത, കട പൊളിക്കാൻ പറ്റില്ല എന്നാലും കൂടി പറഞ്ഞിട്ട് അതുണ്ടായിരുന്നു. ഇത് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി എന്താണ് എത്ര നഷ്ടം വരുന്നത് എന്ന് അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച് തയ്യാറായി. പോലീസുകാരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോലീസുകാരെ വിളിക്കൊന്നും വേണ്ട, ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, അതെല്ലാം എന്ത് ചെയ്യും? മേലെ ചൊവ്വയിൽ നിങ്ങൾ ചോദിച്ചത് ഫ്ലൈ ഓവറിൻ്റെ പ്രവൃത്തി ഊരാളുകൾ ഉടൻ പ്രവൃത്തി ആരംഭിക്കാൻ കണ്ടുകയുണ്ടായി. ഇലക്ട്രിക് പോസ്റ്റുകളും ജലപൈപ്പുകളും മാറ്റുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പാലം ഡിസൈൻ ഉടൻ പൂർത്തിയാകും. ഇതാണ് മേലെ ചൊവ്വയിൽ. മേലെ ചൊവ്വയാണെങ്കിൽ വിമാനത്താവളത്തേക്ക് പോകുന്ന ജംഗ്ഷൻ, കോഴിക്കോട്ടേക്ക് പോകുന്ന ജംഗ്ഷൻ, ഇതൊക്കെയാണ്. ഇതെല്ലാം ഓരോ സ്ഥലത്തിനെയും പ്രാധാന്യം കണക്കെടുത്തുകൊണ്ടാണ് 748 കോടി രൂപ സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി മുഖ്യമന്ത്രി നൽകിയതാണ് ആദ്യഘട്ടത്തിൽ. പക്ഷേ ബാക്കി വ്യവസായമൊന്നും ചെലവഴിക്കാനോ ചെയ്യാൻ പറ്റില്ല. ഇത് ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. 12 അന്തർദേശ നിലവാരത്തിലുള്ള പാലാണ്, റോഡാണ്. ഏത് കാലാവസ്ഥയിലും അണഞ്ഞു പോകാത്ത വൈദ്യുതി സംവിധാനം. ആർക്കും, സ്ത്രീകൾക്കോ കുട്ടികൾക്കോ നടപ്പാർക്കും നടന്നു പോകാൻ പറ്റാവുന്ന സൗകര്യം, സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ ഇതെല്ലാം ഉള്ളതാണ് വിഭാവനം ചെയ്തത്. പക്ഷേ അതിനും കേസ്, അതിന് തടസ്സവാദങ്ങൾ എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ അത് അവിടെ നിലക്കെടുക്കാം. ഇതിപ്പോൾ നേരത്തെ 748 കോടി അനുവദിച്ച് കഴിഞ്ഞ ശിവദാസൻ്റെ MLA അറിയാം. അത് നിങ്ങൾ ചെലവഴിക്കുന്നെങ്കിൽ അത് ബഡ്ജറ്റിന് നീക്കി വെച്ചത്
മാറ്റി കൊണ്ടുപോകും, വേറെ കൊണ്ടുപോയി പോയി ഇങ്ങനെ പക്ഷേ കണ്ണൂരും ഞാനിങ്ങനെ വിനീത വിധേയനായി ഇങ്ങനെ വേണം വേണം എന്നെല്ലാം പറഞ്ഞ് നിന്നതുകൊണ്ട് അത് തിരിച്ചെടുത്തില്ല ഈ നിമിഷം വരെ. ഏത് നിമിഷം തിരിച്ചെടുക്കുന്ന ആർക്കും കൊടുത്ത് പോയാൽ മതിയല്ലോ. 748 കോടി രൂപ ഉപയോഗിച്ച് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവദാസും സുധീരനുണ്ട്, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാമല്ലോ, നിർദ്ദേശിക്കാമല്ലോ. ഇതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞത് ഇതിപ്പം ഒന്നല്ല, ഇതാണ് സാഹചര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവസാനം പറയും പള്ളിയിലെ കാര്യം അള്ളാഹ് എന്നുള്ളത്. നിങ്ങൾ എവിടെ റോഡ് പാലം ചോദിക്കുന്നത് യാതൊരു സംശയമില്ല, ചോദിക്കേണ്ടത് തന്നെയാണ്. ഇതിന് പറഞ്ഞത് കുറേ കാലം നടക്കുന്നത് എന്നോട് മാത്രം ശിവദാസനോട് ചോദിക്കില്ലേ, ചോദിക്കില്ല, ഇവരോടെല്ലാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ ചോദിക്കും, കളക്ടറോടും ചോദിക്കും. അപ്പം സംഗതി ഇതാണെന്ന് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഏത് അത് മേലച്ചുവയുടെ കാര്യമായി പറഞ്ഞത് കൊടുത്തു. ആ ടെൻഡർ കൊടുക്കുന്നത് വരെയും പ്രതിസന്ധിയായിരുന്നു. ആ ടെൻഡർ അത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റ വാക്ക് പൂർത്തിയായിരിക്കുമെന്ന് പറയല. നിങ്ങൾ എന്താ സുഹൃത്തെ പറയുന്നത്? അല്ല അല്ല കേൾക്ക്, ഒരാളുകൾ ഏറ്റെടുത്തു പിറ്റേ ദിവസം തന്നെ പാലം പൂർത്തിയാക്കുമോ? ഒരു പാലം ഫ്ലൈ ഓവർ പൂർത്തിയാക്കേണ്ട സമയം, ആ സമയം അതിക്രമിച്ചു പോവില്ല. അവിടെ ഇത്രയും 38 കോടി രൂപയുടെ ഫ്ലൈ ഓവർ പൂർത്തിയാക്കാൻ എടുക്കേണ്ട അതിൻ്റെ സാങ്കേതിക സമയം അത് മാത്രമേ എടുക്കൂ. അതല്ലേ പറഞ്ഞത്, പറഞ്ഞത് ഇലക്ട്രിക് പോസ്റ്റുകൾ, ജലപൈപ്പുകൾ മാറ്റുന്ന നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ആവശ്യത്തിൻ്റെ കണക്കെടുത്തുകൊണ്ട് ഉടനെ വെട്ടി ചെയ്യാൻ പറ്റുന്നതല്ല സുഹൃത്തെ. അതിന് സാങ്കേതികവും ഭൗതികവും എല്ലാം ഉണ്ടല്ലോ. ഇത് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാൻ വേണ്ടി പെട്ടെന്ന് മാറ്റിയ ഈ നഗരത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും വെളിച്ചം കിട്ടുമോ? ആ വിളിച്ച് ഒരു 2 മിനിറ്റ് വിളിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ ഫ്ലൈ ഓവറും വേണ്ട, ജലപൈപ്പും വേണ്ട, അടിച്ച് നമ്മുടെ ശരിപ്പെടുത്തില്ലേ ജനങ്ങൾ. അതുകൊണ്ട് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റണം, ജലപൈപ്പുകൾ മാറ്റണം, അതൊക്കെ സമയമെടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജലപൈപ്പുകൾ മാറ്റുമ്പം എല്ലാ പൈപ്പുകളും മാറ്റിയിരിക്കുമെന്ന് പറഞ്ഞാൽ നഗരത്തിൽ വെള്ളം വരാതെ വന്നാൽ എന്താ സ്ഥിതി? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് കണക്കിലെടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആ മാറ്റുന്ന നടപടിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ പറയുന്ന സാങ്കേതിക സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള സമഗ്രമായ പ്രവർത്തന പരിപാടികൾ അതിൻ്റെ സമയബന്ധിതമായി ഇതിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.